ഈ സമയം കഴിഞ്ഞ് പോവുക അത്ര വിഘടനവാദം ഉണ്ടാക്കുന്ന പാട്ടുകളാണ്. അങ്ങനെ വല്ലതുമാണോ? അഭിപ്രായം പറയാനുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. ഞാൻ സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ അറിയാലോ, മുന്നേ ഇത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. പുതിയ കാര്യമല്ല, ഞാൻ ഭയങ്കര വിഘടനവാദിയാണെന്നാണ് മുന്നേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ഇപ്പൊ ഈ പ്രശ്നം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഘടനമായിട്ടൊക്കെ ഇങ്ങനെ ആക്രമണം. ഇല്ല, എനിക്കറിയില്ല ഇവരെന്തെങ്കിലും പറയണേന്ന്. അത് പൂർണ്ണമായി നമ്മൾ എടുക്കുന്ന ജോലി എവിടെയോ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുള്ള ഒരു കാര്യം, നല്ല കാര്യമായിട്ട് മാത്രം എടുക്കുന്നുള്ളൂ. ഞാൻ ജാതി ഭീകരത എന്നാ പറയുന്നത് RSS നേതാവ്. കോമഡി അമ്പലങ്ങളിൽ പാടിക്കരുത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്പലങ്ങളിൽ എനിക്ക് എന്തായാലും അമ്പലങ്ങളിൽ ഷോ കിട്ടും, ഞാൻ എന്തായാലും പോയി പാടും ചെയ്യും. ഈ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് ഈ വിവാദം മൊത്തത്തിൽ? ഇപ്പൊ സിനിമയിലൊക്കെ കുറെ വർക്കുകൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ ബാധിച്ചിട്ടുണ്ട്. കുറെ പേഴ്സണൽ പരിപാടികളിലേക്കും ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ, പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചേച്ചി. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളിത് സർവൈവ് ചെയ്ത് കടന്നു പോകാന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങൾ. ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റും. ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർക്കൊക്കെ ഒരു പേടിയൊക്കെ മാതിരിയാണ് നമ്മളെ. എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ സമയമാണല്ലോ, ഈ സമയം കഴിഞ്ഞ് പോവുക അത്രേ ഉള്ളൂ, വേറെ ടെൻഷനൊന്നുമില്ല.